നമുക്ക് ജീപ്പ് കോമ്പസിന്റെ ഓണർഷിപ്പ് റിവ്യൂ നോക്കിയാലോ. ഹായ്, വെൽക്കം ടു ബിഹൈൻഡ് ദ വീൽ. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഓണറെ വിളിക്കാം. ജെറി ബ്രോ, വാ. ഹായ്, വെൽക്കം ടു ദ ചാനൽ. താങ്ക് യു. ബ്രോയുടെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാമോ? എൻ്റെ പേര് ജെറി. ഞാൻ ബാംഗ്ലൂർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഓക്കെ, നമുക്ക് എന്നാ ചോദ്യങ്ങളിലോട്ട് കടക്കാം. എന്തുകൊണ്ട് ജീപ്പ് കോമ്പസ്? ഞാൻ കോളേജ് ആയി കഴിഞ്ഞാൽ ബാംഗ്ലൂരോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്ന സമയത്താണ് ഒരു വണ്ടി എടുക്കണമെന്ന് പ്ലാൻ വന്നേ. അന്നൊരു SUV വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഒക്കെ നോക്കി. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് ജീപ്പിൻ്റെ 2 ലിറ്റർ ഡീസൽ കണ്ടത്. എന്നിട്ട് ഇതിൻ്റെ വീട്ടുകാരെ കാണിച്ചു. ആദ്യമൊക്കെ ഇച്ചിരി പേടി ഉണ്ടായിരുന്നു, കാരണം സ്വന്തമായിട്ട് ഫസ്റ്റ് എടുക്കുന്ന വണ്ടിയാണ്. പക്ഷെ പിന്നെ വീട്ടുകാരും എല്ലാവരും മെയിൻ ആയിട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി വണ്ടി, സേഫ് ആയിട്ടുള്ളൊരു വണ്ടി, നമ്മൾ എത്ര സ്പീഡിൽ ഓടിച്ചാലും നമ്മുടെ കൈ നിൽക്കുന്ന ഒരു വണ്ടി. എത്ര സ്പീഡിൽ നമ്മുടെ ഇന്ത്യൻ റോഡ്സ് അലോ ചെയ്ത ലിമിറ്റ് വെച്ച് ഓടിച്ചാൽ ഒരു കൈ നിൽക്കുന്ന വണ്ടി. പിന്നെ ലോങ് ഡ്രൈവിനൊക്കെ കംഫർട്ടാണ്, കാരണം ബാംഗ്ലൂർ കേരള അപ് ഡൗൺ റെഗുലർ ആയിട്ടിരിക്കും. അപ്പൊ അതിന് കംഫർട്ടൊക്കെ വന്ന ഒരു ഓപ്ഷൻ ആയിട്ട് വന്നപ്പം അങ്ങനെ എടുത്താണ്, കണ്ടിഷ്ടപ്പെട്ടെടുത്താണ്. ഇത് ഏതാ വേരിയന്റ്? ഇത് 2017 ഡിസംബർ 2 ലിറ്റർ ഡീസൽ വണ്ടിയാണ്. 2 ലിറ്റർ ഡീസൽ. ഏതാ വേരിയന്റ്? ലിമിറ്റഡ് എഡിഷൻ. ലിമിറ്റഡ് എഡിഷൻ. ഓക്കെ. അപ്പൊ ബ്രോ എടുത്തത് 2020? ഞാൻ 2023 ജൂലൈയിൽ സെക്കൻഡ് ഹാൻഡ് എടുത്തത്. സെക്കൻഡ് ഹാൻഡ് എടുത്താ? എവിടെ നിന്നായിരുന്നു സെക്കൻഡ് ഹാൻഡ് എടുത്തിരുന്നത്? മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സുകാരുടെ അടുത്ത് എടുത്ത പൊൻകുന്നം മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ എക്സ്പീരിയൻസ് ഒക്കെ? കുഴപ്പമില്ലായിരുന്നു. വണ്ടിയൊക്കെ ആദ്യം നല്ലതൊക്കെ ആയിരുന്നു, പിന്നെ അവർ ഇച്ചിരി പണിയൊക്കെ തന്നു. പറയാൻ പറ്റുന്ന ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഇത്രയും വർഷമായില്ലേ. അല്ല, അവര് തുടക്കത്തിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, വണ്ടിയൊക്കെ നന്നായിട്ടൊക്കെ നമ്മളെ കാണിച്ചു ഒക്കെ ചെയ്തു. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഇപ്പം രണ്ടാമത്തെ കീ ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞത് പേയ്മെന്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ്. സെക്കൻഡ് കീ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഇതിനിപ്പം ബേസിക്കലി നമ്മൾ റീപ്ലേസ്മെന്റ് നമുക്ക് ഇതിന്റെ ഒരു ടെയിൽ ലാമ്പ് റീപ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കമ്പനി തന്നെ ചെയ്തിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഇൻസ്പെക്ഷൻ ഒക്കെ കൊണ്ടുപോയിരുന്നു. വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇൻസ്പെക്ഷൻ കൊണ്ടുവല്ലോ. അപ്പം സർവീസിലൊക്കെ കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് വണ്ടി കിട്ടി കഴിഞ്ഞപ്പോൾ ഫുള്ളായിട്ടൊരു സർവീസ് നടത്താൻ വേണ്ടി അവർ നമുക്ക് തന്നെ. അതിന് മുമ്പ് നമുക്ക് ഇൻസ്പെക്ഷൻ കൊണ്ടുവരുന്നു. അപ്പം സർവീസൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഫ്രണ്ടിലത്തെ 2 സസ്പെൻഷൻ ആഫ്റ്റർ മാർക്കറ്റാണെന്ന് അറിഞ്ഞത്. പക്ഷെ നമ്മൾ ഇട്ട് വെച്ചിരുന്ന നല്ല സസ്പെൻഷനാണ്. അതുകൊണ്ട് അങ്ങനെ ആക്സിഡന്റ് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല, കാരണം ഞങ്ങൾ പുട്ടിയുടെ അളവും അതെല്ലാം നമ്മൾ നോക്കിയായിരുന്നു. അതൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ സീറോ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ് തരുമ്പം സസ്പെൻഷൻസിലേക്ക് വെരി ഇന്റഗ്രൽ പാർട്ട്, അതൊരു മേജർ റീപ്ലേസ്മെന്റ് തന്നെ. അതൊക്കെ ഒന്ന് മറച്ചു വെച്ചതുപോലെ തോന്നി, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 2 ലിറ്റർ ഡീസലിലോട്ട് പോകുന്നത്? ആദ്യമേ തന്നെ ഞാൻ ചോദിച്ചോട്ടെ, എത്രയായിരുന്നു ബഡ്ജറ്റ് ഫസ്റ്റ്? 15 താഴെ എന്നുള്ള ബഡ്ജറ്റ് അത്ര ഇല്ലായിരുന്നു, ചെറിയ ബഡ്ജറ്റ് ആയിരുന്നു. പക്ഷെ പിന്നെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് അങ്ങനെ ഒരു ആദ്യം വേറെ കുറെ വണ്ടികൾ നോക്കി. ശരിക്കും പറഞ്ഞാൽ SUV എന്ന് മനസ്സിലുണ്ടായിരുന്നെങ്കിലും പോളോയും എല്ലാം നോക്കിയായിരുന്നു ആ സമയത്ത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ SUV നിന്നതുകൊണ്ട് SUV ആകുമ്പോൾ ഇച്ചിലൂടെ ഒരു ജീപ്പ് വന്നപ്പോഴത്തേക്കും ഒരു ഇച്ചിലൂടെ നമ്മൾ ഫണ്ട് ഇച്ചിലൂടെ കയറ്റി 15 താഴെ എന്നുള്ള രീതിയിൽ. എത്രയായിരുന്നു ഇതെനിക്ക് അന്ന് എടുത്തപ്പോൾ 1350. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഫുൾ സ്റ്റോക്ക് വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എടുത്തപ്പോൾ ആ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ മാറ്റി. പിന്നെ 87,000 കിലോമീറ്റർ ഓടിയാണ് ഞാൻ എടുത്തപ്പോൾ. അപ്പൊ അന്നേരത്തേനും ഇവര് പിന്നെ മെയിൻ ആയിട്ട് ഞാൻ മഹീന്ദ്രക്കാരോടും ഇവര് കുറ്റം പറഞ്ഞെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവര് പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി എല്ലാം എടുത്ത് തന്ന് ഇത് 87,000 കിലോമീറ്റർ ഉണ്ട്. അവന് 1 ലക്ഷത്തിന്റെ സർവീസും ചെയ്തിട്ട് നമുക്ക് വണ്ടി തന്നെ 87,000 ഫുള്ള് ഫ്യൂവൽ പമ്പ് എല്ലാം മാറ്റിയിട്ട് തന്നെ. അപ്പൊ അങ്ങനെ കൊണ്ടുകൊണ്ടാണ് ഞാൻ കൺസിഡർ ചെയ്തത്. അല്ലെങ്കിൽ 1 ലക്ഷത്തിന്റെ സർവീസ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് കാലിയാവുന്ന സർവീസാ. അങ്ങനെ കൊണ്ടുകൊണ്ട് എടുത്തത്. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു ഓപ്ഷൻ അങ്ങനെ കിട്ടി. പിന്നെ 2 ലിറ്റർ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു പവർ, മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പവർ തന്നെയായിരുന്നു. പെട്രോൾ ഞാൻ ഓടിച്ചിട്ടുണ്ട്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ താല്പര്യം തോന്നിയില്ലായിരുന്നു. 2 ലിറ്റർ ഡീസൽ കിട്ടിയത് കൊണ്ടാണ് അതെടുത്തത്, ഒരു പവർഫുൾ വണ്ടി കിട്ടിയതുകൊണ്ട്. മനസ്സിലായി. അപ്പം 87,000 കിലോമീറ്റർ ആയിരുന്നു ഓടിച്ചിരുന്നത്. ഇപ്പൊ 3 വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ ഓടി? ഇപ്പൊ 1:30 50,000 കിലോമീറ്ററിനടുത്ത്. വലിയ ഓട്ടോ നാട്ടിലോട്ട് ഓട്ടോ ഉള്ളൂ, കാരണം ഇവിടെ എനിക്ക് 50,000 കിലോമീറ്റർ 40,000 കിലോമീറ്ററോളം ഓടി 3 വർഷം കൊണ്ട്. അപ്പം ബ്രീഫായിട്ട് ഞാൻ പറയുവാണെങ്കിൽ 2017 ഏത് വേരിയന്റ് ആയിരുന്നു? ലിമിറ്റഡ് ഡീസൽ 2 ലിറ്റർ. 2 ലിറ്റർ 2017 ആണെങ്കിലും 2023 ജെറി ബ്രോ എടുക്കുന്നത്. മൂന്ന് വർഷം കൊണ്ട് ഇപ്പോൾ ഒരു 40,000-42,000 കിലോമീറ്ററോളം ഓടിച്ചിട്ടുണ്ട്. ഫുള്ള് ലോങ് ഡ്രൈവ് ആയിരുന്നു. കോട്ടയം ബാംഗ്ലൂർ ഡ്രൈവ് ആണ് ബ്രോയ്ക്ക് കൂടുതലായിട്ടുള്ളത് അല്ലേ? അപ്പം ലോങ് ഡ്രൈവിലൊക്കെ കംഫർട്ടബിൾ ആണ്? അതെ, വളരെ കംഫർട്ടബിൾ ആണ്. അതിനകത്ത് ഒരു സംശയം ഇല്ലാതെ പറയാം, കംഫർട്ടബിൾ ആണ്, പേടിയില്ല. അതാണ് നമുക്കിപ്പം നമ്മൾ എക്സ്പ്രസ്സിൽ പോകുമ്പോൾ തന്നെ നമ്മൾ 80-90 ആ സ്പീഡിലൊക്കെ ആയിരിക്കും. അത് വേണ്ടല്ലേ, നമ്മൾ നല്ല സ്പീഡ് എടുത്ത് പോയാലും നമ്മുടെ കൈ നിൽക്കും വണ്ടി. നമുക്ക് എന്ത് സ്പീഡിലും കേർവ് ഒക്കെ എടുക്കാൻ വേണ്ടിയും അതാണ് മെയിൻ കാരണം. ലോങ് ഡ്രൈവിൽ നല്ല കംഫർട്ടാണ്. നമുക്ക് ഓണർഷിപ്പ് കോസ്റ്റിലോട്ട് പോയാലേ ബ്രോ എടുത്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 13.5 ലക്ഷം രൂപ. അത് ഫുൾ ലോൺ ആയിരുന്നു അതോ? 3 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയിരുന്നു, ബാക്കി 10 ലക്ഷം രൂപ ലോൺ എടുത്തു. അതെങ്ങനെയായിരുന്നു EMI കാര്യം? എത്ര വർഷത്തേക്കായിരുന്നു? ഞാൻ 5 വർഷത്തിന് എടുത്തേ. പക്ഷെ ഞാൻ മാസം 25,000 രൂപ വെച്ച് അടച്ച് ഇപ്പൊ തീർന്നു. ഇച്ചിരൂടെ കിടപ്പുണ്ട്, പക്ഷെ തീരാറായി.
കൂടുതൽ ലോൺ അടച്ചിട്ട് കൂടുതൽ നേരത്തെ അങ്ങ് അടച്ചു തീർത്തു. ഇൻട്രസ്റ്റ് കുറയ്ക്കാലോ അല്ലേ? ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി അങ്ങ് എടുത്തു. നല്ല കാര്യം, നല്ല കാര്യം. അപ്പം ഇൻഷുറൻസ് ഒക്കെ എങ്ങനെ ബ്രോ? ഇൻഷുറൻസ് തേർഡ് പാർട്ടി എടുത്തേക്കുന്നത്. അപ്പം കാഞ്ഞിരപ്പള്ളി തന്നെയുള്ള ഞങ്ങളുടെ ബാക്കി വണ്ടികളൊക്കെ ചെയ്യുന്നത് നാഷണൽ കാർ എടുത്തെടുത്തെങ്കിൽ ഇപ്പം മാസം പോയിന്റ് ബാക്കി വണ്ടികൾ അല്ല നാഷണൽ കാർ എടുത്ത് അപ്പം 15,000 രൂപ 14,000 സംതിങ് 15,000 അടുത്താണ് അടയ്ക്കുന്നത് ഇൻഷുറൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് റണ്ണിങ് കോസ്റ്റിനെ പറ്റി നോക്കുവാണെങ്കിൽ ആവറേജ് മന്ത്ലി എത്ര കിലോമീറ്റർ ബ്രോ ഓടിക്കുന്നുണ്ട്? ഇപ്പം ഓഫീസ് മാത്രമുള്ളതാണെങ്കിൽ എനിക്ക് വലിയ ഓട്ടോ ഇല്ല. കാരണം ഒരു ദിവസം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു 10-12 കിലോമീറ്റർ ഉള്ളൂ. എല്ലാ ദിവസവും പോയി വന്നാൽ തന്നെ വലിയ ഓട്ടോ ഒന്നും ഇല്ല. പക്ഷേ ഇപ്പം കൂട്ടുകാരൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾ ലോങ് ഡ്രൈവ് അടിക്കും. മൈസൂർ പോവും, നന്ദി ഹിൽസ് ആ റൂട്ടിൽ പോവും. പിന്നെ കൂടുതലെല്ലാം 3 മാസം 4 മാസം കൂടുമ്പോൾ ഞാൻ ഇവനെ കൊണ്ടുവന്ന് കേരളം പോകും. അപ്പം അങ്ങനെയാണ് ഓട്ടം. ഓക്കെ, അപ്പം മന്ത്ലി എത്ര കോസ്റ്റ് വരും എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് വേര് ചെയ്യും. ബാംഗ്ലൂർ ശരിക്കും പറഞ്ഞാൽ നോർമൽ ഇപ്പം ഇവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ ഇതിന് മേടിച്ചപ്പോൾ വലിയ മൈലേജ് ഇല്ലായിരുന്നു. ഈ ട്രാഫിക് കടന്ന ഒരു 30 കയറുന്നത് മുകളിലൊന്നും ഇടാനൊന്നും നടക്കത്തൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ എനിക്കൊരു 10 താഴെയൊക്കെ ആയിരുന്നു ആ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന മൈലേജ്. മൈലേജ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം കൊണ്ടുപോയി ഇവനൊന്ന് ടൂൺ ചെയ്തു. അത് ശരി. കോഡ് 6 ടൂൺ ചെയ്ത് സ്റ്റേജ് 1 ചെയ്ത് മൈലേജ് കൂട്ടാൻ വേണ്ടി മാത്രം, അങ്ങനെ വലിയ പവർ കൂട്ടാൻ വേണ്ടിയുള്ള മോഹത്തോടല്ലാതെ ഇച്ചിരൂടെ വണ്ടി എഫിഷ്യൻ്റ് ആകാൻ വേണ്ടി മൈലേജ് കോൺസെപ്റ്റ് ചെയ്തതാണ്. ഇപ്പം എനിക്ക് ട്രാഫിക്കിൽ ഒരു 11-നും 12-നും ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. ട്രാഫിക്കിൽ ലോങ് പോകുമ്പോൾ നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു ഫുൾ ടാങ്കിൽ ഒരു 3 to 4 ബാർ എന്ന് വെച്ചാൽ ഒരു 10 ലിറ്റർ 15 ലിറ്റർ കിടക്കുന്ന നാട്ടിൽ ചെല്ലാൻ പറ്റും. ഒരു പ്രശ്നം പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടൈം കഴിയുമായിരുന്നു. കിലോമീറ്റർ ഉണ്ട്, അങ്ങനെ 584 600 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പോൾ ഒരു ബാക്കി 3-4 കട്ട ഉണ്ടാവും, ബാക്കി എടുക്കും, സുഖമായിട്ട് എടുക്കും. ഫുൾ ടാങ്ക് ഇപ്പോൾ ഒരു 16 ഒക്കെ നല്ല സുഖമായിട്ട് മൈലേജ് കിട്ടും. അതൊരു നല്ലൊരു ഇതല്ലേ. ഓക്കെ, അപ്പൊ ഫ്യൂൽ എഫിഷ്യൻസിന്റെ കാര്യം കഴിഞ്ഞു. പിന്നെ മെയിൻ്റെനൻസ് എങ്ങനെയാണ് ഇയർലി? മെയിൻ്റെനൻസ് ഇച്ചിരി കൂടുതലാണ്. പിന്നെ ഇത് ഇപ്പം ഇത്രയും ഓടിയ വണ്ടി ആയതുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് എക്സ്പെക്ട് ചെയ്ത് എടുത്തത്. ഇപ്പൊ ഇതൊരു സർവീസ് വരുമ്പോഴത്തേക്കും ഒരു 25 to 30K അടുത്താകും ഇയർലി. പിന്നെ ഞാൻ ഇവനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു 2 ലക്ഷം രൂപയ്ക്ക് ഇത് പണിതായിരുന്നു. എന്റെ ക്ലച്ച് പ്ലേറ്റ്, ബ്രേക്ക് പാഡ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഒന്ന് മാറി. അതായത് ബ്രോ ആദ്യമേ പറഞ്ഞായിരുന്നു 87 ആയപ്പോഴേക്കും ഫുള്ള് 1 lakhന്റെ ഇത് മാറി. അപ്പൊ അതിന് അഡീഷണൽ ആയിട്ട് ക്ലച്ച് പ്ലേറ്റ് ഒന്നും മാറിയിട്ടില്ലായിരുന്നു. അപ്പൊ ക്ലച്ച് പ്ലേറ്റ് മാറി, ഫ്രണ്ടിലത്തെ 2 ബ്രേക്ക് പാഡ് മാറി. പിന്നെ സൈഡിലത്തെ റോഡ് എന്ന് വെച്ചാൽ ഒന്ന് ഓടുമ്പോഴത്തേക്ക് ഒരു വണ്ടിക്ക് ഒരു നമുക്ക് അറിയാം ഒന്ന് ഓടിയതാണെന്ന്. അതിന്റെ ഒരു ഇച്ചിരി ഒരു കംഫർട്ടിന് വേണ്ടി പുതിയതാക്കാനായിട്ട് ബ്രോ അത്രയും ചെലവാക്കി അല്ലേ? അപ്പൊ ഇപ്പൊ പുത്തൻ കണ്ടീഷനാണ്. പുത്തൻ കണ്ടീഷൻ. വണ്ടി എടുത്തു കഴിഞ്ഞാൽ എല്ലാം പുത്തനാ. ഞാൻ വണ്ടിയിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഒന്ന് മാറാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പണി കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കുഞ്ഞതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അങ്ങ് മാറും. അപ്പൊ ഇത് ഫുള്ള് ജീപ്പിലാണോ? ഫുള്ള് ജീപ്പിലാണ്. പുറത്തൊന്നും ഇല്ല. ഇവിടെ ബാംഗ്ലൂർ തന്നെയുള്ള ജീപ്പ് കോമ്പസിന്റെ അവരുടെ സർവീസ് സെന്ററിലാണ് പോകുന്നത്. അപ്പോൾ ഓണർഷിപ്പിന്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ ബ്രോയ്ക്ക് ഇത് മാനേജ് ചെയ്ത് പോവാം. എത്ര രൂപ ഒരു മന്ത്ലി ഒരു മാറ്റി വെക്കേണ്ടി വരും ഇതിനു വേണ്ടിയിട്ട്? ഇയർലി ഒരു കുഴപ്പമില്ലാതെ വണ്ടി പ്രത്യേകിച്ച് പണിയൊന്നും തരുന്നില്ലെങ്കിൽ ഒരു 30K to 35K. ഇൻഷുറൻസും മെയിൻ്റെനൻസും എല്ലാം കൂട്ടിയാണെങ്കിൽ ഓൾമോസ്റ്റ് 45 to 50K. 50K നമുക്ക് വണ്ടിക്ക് വേണ്ടി മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നോർമൽ സർവീസ് ആണെങ്കിൽ റീപ്ലേസ്മെന്റ് വന്നാൽ ഇപ്പം ജീപ്പിന്റെ പാർട്സിന് വിലയും പിന്നെയും കൂടി. ഞാൻ അതൊക്കെ അടുത്ത് ചോദിക്കാൻ വേണ്ടി വരുമായിരുന്നു. അപ്പം അത്യാവശ്യം ചെലവുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് യൂസ് നോക്കുമ്പോൾ ഒരു 11 to 14 റേഞ്ചിലൊക്കെ ഇപ്പോഴും ഈ വണ്ടിക്ക് വിലയുണ്ട് അല്ലേ? അപ്പം ഒരാള് ഒരു ജീപ്പ് കോമ്പസ് നോക്കിയെടുക്കുമ്പോൾ എന്തൊക്കെ നോക്കിയെടുക്കണം എന്നാണ് ബ്രോയുടെ ഒരു അഭിപ്രായം? ഇത്ര യൂസ് ചെയ്തതാണല്ലോ. മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ അപ്പം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു 80-90 ഒക്കെ ഓടിയ വണ്ടി എടുക്കുവാണെങ്കിൽ മാക്സിമം 1 രൂപയുടെ 1 ലക്ഷത്തിന്റെ സർവീസ് കഴിഞ്ഞ് 90 വണ്ടികൾ വിൽക്കുന്ന ഓണേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്തുനിന്ന് എടുക്കുക. കാരണം 1 ലക്ഷത്തിന് സർവീസ് കഴിഞ്ഞാൽ ഡീസൽ പമ്പ് എല്ലാം കൂടെ മാറുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല റേറ്റ് ആവും. പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലച്ച് പ്ലേറ്റും ബ്രേക്ക് പാഡ് എല്ലാം, ക്ലച്ച് പ്ലേറ്റിന് തന്നെ എനിക്കൊന്ന് 70 രൂപയുടെ അടുത്തെങ്ങാണ്ട്. ഇതിന്റെ ഇവരുടെ ലേബർ ചാർജ് എല്ലാം കൂടെ കൂട്ടി ഓൾമോസ്റ്റ് 50 to 60K അടുത്തെങ്ങാണ്ട് 50 to 60K അടുത്തെങ്ങാണ്ട് ഒരു കോസ്റ്റ് ഉണ്ട്. അപ്പം ഒന്നെങ്കിൽ ചെറിയ ഓട്ടോ ഓടിയ വണ്ടികൾ എടുക്കുക, അല്ലെങ്കിൽ ഒന്നിന്റെ സർവീസ് കഴിഞ്ഞ വണ്ടികൾ എടുക്കുക. അപ്പോ എന്തായാലും ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപയോളൊന്ന് മാറ്റി വെക്കുക അല്ലെ? ജീപ്പ് എടുക്കുവാണെങ്കിൽ ഒരു 1.5 to 2 രൂപ സാധനങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി ഒരു 3 year ഗ്യാപ്പിൽ എടുത്തു കഴിഞ്ഞ ഒരു 3 year ഗ്യാപ്പിൽ ആ ഒരു 2 രൂപ മുടക്കാൻ വേണ്ടി കാണണം. അപ്പൊ പുതിയതായിട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വേറെ ബ്രോയ്ക്ക് ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഒരു പ്രശ്നമില്ല, വേറെ ഇഷ്യൂസ് കാര്യങ്ങളില്ല. അങ്ങനെ ഡിഫക്റ്റ് വൈസ് ഉള്ള പ്രശ്നങ്ങളല്ല, എല്ലാം വേർ ആൻഡ് ടിയർ ഓടിത്തീർന്ന പ്രശ്നങ്ങൾ, അല്ലാതെ വണ്ടിക്ക് കംപ്ലൈന്റ് വന്ന ഒരു പ്രശ്നമായിട്ടില്ല. ഓടിത്തീർന്ന പ്രശ്നങ്ങൾ മാറ്റിയിട്ടുള്ളൂ. കുഴപ്പമില്ലാത്ത റിലയബിൾ ആണെന്നാണ് ബ്രോ പറയുന്നത്. എനിക്ക് പേഴ്സണലി പ്രശ്നം, ഞാൻ കേട്ടിട്ടുണ്ട് ജീപ്പ് അത്ര റിലയബിൾ അല്ല എന്നുള്ളൊരു സംഭവം. എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്ക് ആകപ്പാടെ പ്രശ്നമല്ല, പക്ഷെ എന്നാലും സർവീസ് കോസ്റ്റ് ഇച്ചിരി കൂടുതലാണെന്നുള്ളൊരു
ഇത് മാത്രമേ ഉള്ളൂ. അപ്പം എടുക്കുമ്പോൾ 15 ലക്ഷം രൂപയുടെ വണ്ടിയാണ് എടുക്കുന്നതെന്നല്ല, ഇതിന് ഓൺ റോഡ് എത്ര രൂപ വരുന്നത്? ഒരു 30 ലക്ഷം ഒക്കെ ഉണ്ടെന്നല്ലേ പുതിയ വണ്ടി എടുക്കണമെങ്കിൽ? പുതിയ വണ്ടി എടുക്കണമെങ്കിൽ 30. അതെ അതെ അതെ. അന്ന് എനിക്ക് തോന്നുന്നു 25 അത്രത്തോളം ഉണ്ടായിരുന്നു. 25. അപ്പൊ അത്രയും വലിയ ഒരു വണ്ടിയാണ് എടുക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് മാത്രം ഇതെടുക്കാം അല്ലേ? ഓക്കെ, നമുക്ക് ഡെയിലി എക്സ്പീരിയൻസിലോട്ട് പോകാം. അടുത്തത് എന്നാ അടുത്ത ചോദ്യം, ബിഗ്ഗസ്റ്റ് അനോയൻസ്, ഏറ്റവും വലിയ വള്ളി എന്താ? വള്ളിന്ന് പറയാൻ മാത്രമായിട്ടൊന്നും വന്നിട്ടില്ല, പക്ഷേ ചില കാര്യങ്ങൾ നല്ലായിരുന്നെന്ന് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ഇതിന്റെ DRL നമ്മുടെ യെല്ലോ ലൈറ്റാ, അപ്പം അത് ഇച്ചിരി പ്രശ്നമാണ് രാത്രിയൊക്കെ ഓടിച്ചു. ഓക്കെ ആണ്, പക്ഷെ നൈറ്റ് ഡ്രൈവ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നാട്ടിലോട്ട് പോകുന്ന സമയത്തൊക്കെ മിക്കതും നൈറ്റ് ഡ്രൈവാ. അപ്പൊ ഇച്ചിരി വിസിബിലിറ്റി വൈസ് ലൈറ്റിന് ഇപ്പൊ പുതിയ ഇല്ല ലൈറ്റ് ഒന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ട്യൂൺ മാത്രമേ ഉള്ളൂ. പിന്നെ ടയറും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ടയർ അപ്ഗ്രേഡ് അല്ല ശരിക്കും പറഞ്ഞാല്, അതൊന്ന് എടുത്തപ്പം വേറെ ടയർ കിട്ടാനില്ലാണ്ട് ഓൾഡ് ടയറിന് എടുത്തിട്ടതാ. ഞാൻ കാണുന്നവരോടും പറയുവാണ് ഈ ടയർ മേടിച്ചിടരുത്. നന്നായിട്ട് വലിവ് കുറയും. ഇപ്പൊ ഈ വണ്ടി 1 ലിറ്റർ 1 സ്റ്റേജ് 1 ചെയ്തേക്കുന്നെന്ന് പറഞ്ഞാലും നേരത്തെ ഉള്ളതിനേക്കാളും വലിവ് കുറഞ്ഞ പോലെ തോന്നുന്നു. അപ്പൊ ഇതിട്ടുമ്പോ പിന്നെ മൈലേജ് കുറയത്തില്ലേ? മൈലേജ് കുറയും, ഇതിട്ടാ പിന്നെ മൈലേജ് കുറയും. കാരണം ഇത് ഇപ്പം സർവീസ്, ഞാൻ ആദ്യം വിചാരിച്ച വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് പറ്റിയെന്ന്, ഞാനിത് മാറി നാട്ടിലോട്ട് ഓടിച്ചോണ്ടപ്പം. പക്ഷേ സർവീസുകാരുടെ അടുത്ത് തന്നെ കൊണ്ട് അവർ തന്നെ പറഞ്ഞത്, നമ്മുടെ ഇത്തരം വണ്ടികളിൽ ഈ കട്ട ഉള്ള ടയർ ഉണ്ടല്ലോ, അത് ഇടാൻ പാടില്ല. ഓൾ ടെറൈൻ ടയർ ഇടാൻ പാടില്ല. അപ്പൊ ഇത് മാറ്റിയാൽ കംഫർട്ടും കൂടും. ഇത് മാറ്റിയാൽ കംഫർട്ടും കൂടും, വണ്ടിക്ക് ഇച്ചിരൂടെ. ഇതിന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വലിയതല്ലേ, അപ്പൊ സസ്പെൻഷനും ഇല്ല അങ്ങനെ പ്രശ്നം. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ടയറിന് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിന് ഞാൻ നേരത്തെ കടന്നിരുന്നതും 235/65 ഇതും അത് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരൂടെ കൂടിയ, ഇതിന്റെ സ്റ്റോക്ക് വരുന്ന 225/55. പക്ഷെ ഇച്ചിരൂടെ കൂടുതലാണെങ്കിലും ഇതിന്റെ ഈ ഓൾ ടെറൈൻ ടയറിന് വെയിറ്റ് കൂടുതലാണ്. അപ്പൊ വണ്ടി ഇപ്പൊ ഒരു കുഞ്ഞ് ഗട്ടറോ അല്ലെങ്കിൽ ഒരു ഹമ്പോ ചാടുവാണെങ്കിൽ വണ്ടിനെ പെട്ടെന്ന് അങ്ങ് താഴേക്ക് വലിക്കുക. അപ്പൊ അത് സർവീസുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, അത് സസ്പെൻഷൻ ചീത്തയാണ്, ഞാനും ഉടനെ മാറും. അതെ അതെ. ഓക്കെ, അപ്പം ഇത് ഹൈവേസിലാണോ സിറ്റീസിലാണോ? നമുക്കറിയാം ഹൈവേസിലാന്ന് ഉറപ്പായിട്ടും, സംശയമില്ല. സിറ്റീസില് ഇച്ചിരി കുഴിയും കൊണ്ടുവല്ല അറിയും, കാരണം ഇച്ചിരി സ്റ്റിഫായിരുന്നു സസ്പെൻഷൻ. അതുകൊണ്ട് ഹൈവേയിൽ ഓടിക്കാനാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പൊ ബ്രോയ്ക്ക് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ബാംഗ്ലൂർ സിറ്റിയിൽ ഓടിക്കാൻ വേറെ വണ്ടികൾ അങ്ങനെ ഇല്ല. ഇതിപ്പോ എനിക്ക് യൂസ്ഡ് ആണ്, എനിക്കിപ്പോ ഇവനെ അറിയാം നന്നായിട്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ കംഫർട്ടായി. ഇപ്പൊ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. 1 കിലോമീറ്റർ പോകാനാണ് ഇവനെ എടുത്തോണ്ട് പോകുന്ന പ്രശ്നമാണല്ലേ? പ്രശ്നമില്ല. ഡെയിലി ഡ്രൈവർ എല്ലാ ഓട്ടത്തിനും തന്നെ. റിയർ സീറ്റ് കംഫർട്ട് ഒക്കെ എങ്ങനെയുണ്ട്? ഞാൻ മൊത്തം ഓടിയിലാണ്. അതുകൊണ്ട് പക്ഷേ ഇപ്പൊ ഞാൻ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് എൻ്റെ പപ്പ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പപ്പയ്ക്ക് SUV വണ്ടികളൊക്കെ ഇഷ്ടമാണ്, അപ്പോൾ പപ്പ ഒക്കെ ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പുറകെ ഇരുന്ന് പോകും. ഡ്രൈവിംഗ് എല്ലാം ബാക്ക് സൈഡിലെ കംഫർട്ടിലൊന്നും ഒരു പ്രശ്നമില്ല, നല്ല ലെഗ് സ്പേസ് ഉണ്ട്. അങ്ങനെ ഞാനും ഇതിനകത്ത് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അതെ, 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം നല്ലൊരു കംഫർട്ടാണ് വണ്ടി. ഓണറോട് ചോദിച്ചു. ഓക്കെ, ഇപ്പൊ ബൂട്ട് സ്പേസ് എങ്ങനെ? ബൂട്ട് സ്പേസ് ലിറ്റർ എനിക്ക് നോക്കണോ? ആണ്, നമുക്ക് അത്യാവശ്യം ഒരു 3 പേരൊക്കെ നല്ല ഹെവി ലഗേജ് വെച്ചുകൊണ്ട് പോകാനാണെങ്കിൽ, വലിയ ലഗേജ് ആണെങ്കിൽ പോവാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാർ 4-5 പേരെയും വെച്ച് നാട്ടിൽ പോയിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ബാംഗ്ലൂരിൽ നിന്നുള്ള ലഗേജ് സുഖമായിട്ട് ഒരാഴ്ചക്കായിട്ടുള്ള ലഗേജ് ഒക്കെ കയറിപ്പോവും, ഒരു പ്രശ്നമില്ല. ഓക്കെ, AC പെർഫോമൻസോ? നല്ല കൂളിംഗ് ഉണ്ട്, അതിനൊന്നും ഒരു പ്രശ്നമില്ല. മെയിൻ ആയിട്ട് തന്നെ ഡ്യുവൽ കൺട്രോളാണ് വരുന്നത്. AC ഡ്യുവൽ സോണാണ് വരുന്നത്. AC വൈസും ഫീച്ചർ വൈസും ഒക്കെ ഒരു പ്രശ്നമില്ല. റൈഡ് ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. എസ്പെഷ്യലി ലോങ്, മുമ്പ് പറഞ്ഞ പോലെ ലോങ് പോകാൻ വേണ്ടിയായിട്ട്. അപ്പം എന്റെ അടുത്ത ചോദ്യം പെർഫോമൻസും ഓവർടേക്കിംഗ് കോൺഫിഡൻസ് വരുന്നു. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് വരാനുള്ള ജീപ്പ് ആയതുകൊണ്ട് ഞാൻ റിലയബിലിറ്റിയുടെ പ്രശ്നമായിരുന്നു. ബ്രോഡ് ഞാൻ ഇടയ്ക്ക് ചോദിച്ചു, എന്നാലും ഇതുവരെ എന്തെങ്കിലും ബ്രേക്ക് ഡൗണോ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും ഒന്നും വന്നിട്ടില്ല. പാർട്സിന്റെ അവൈലബിലിറ്റി മെയിൻ ആയിട്ട് എപ്പോഴും വേറാണ്ട് ഇയർ വന്ന് മാറുന്ന പാട്ടുകളൊക്കെ കാണും. ഇപ്പം ബ്രേക്ക് പാഡ് അങ്ങനത്തെ കുഞ്ഞു പാട്ടൊക്കെ ആണെങ്കിൽ അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ ആയിരിക്കും കേട്ടോ, കേരളത്തിൽ ചിലപ്പോൾ ഇച്ചിരി അവൈലബിൾ ആയിരിക്കും. ഇവിടെ അൺകോമൺ ആയിട്ടുള്ള പാട്ടുകൾ, ഇപ്പൊ എക്സാമ്പിൾ ഈ അടുത്തിടയ്ക്ക് എനിക്ക് വീല് മാറിയപ്പോൾ ഒരു പണി കിട്ടി. മാറിയവന്മാര് ഹബിന്റെ സ്ക്രൂ വെട്ടിച്ചിട്ട് അടിച്ചു കയറ്റി. അപ്പം അതിന്റെ ത്രെഡ് മൊത്തം പോയി. അപ്പം ഹബ്ബ് മാറേണ്ടി വന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ ജീപ്പില്. പ്രശ്നങ്ങളല്ല, എനിക്ക് തോന്നുന്നു 5 സ്ക്രൂ ഉണ്ട്. 5 സ്ക്രൂ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നങ്ങളായിരിക്കും. അതിന്റെ ആയിരിക്കും. അത് ആ കോർണർ ക്രോസ് അടിക്കണം. ക്രോസ് അടിച്ചില്ലെങ്കിൽ ഇഷ്യൂസ് വരാം. അപ്പൊ അത് മാറാനായിട്ട് എത്ര രൂപയായിരുന്നു? 10 രൂപയായിരുന്നു ഹബ്ബിന്. 10,000 രൂപയാണ് ഹബ്ബിന്. അങ്ങനെ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഇപ്പോൾ ഒരു ലോവറാമിന്റെ ഒരു ബുഷ് മാറണമെങ്കിൽ ബുഷ് തന്നെ കിട്ടത്തില്ല, ഫുള്ള് ലോവറാം മാറേണ്ടി വരും. ലോവറാം എനിക്ക് തോന്നുന്നു ഒരു 17 to 18 അങ്ങനെ അടുത്തെങ്ങാണ്ട് ഒരു വിലയുണ്ട്. ലേബറോടെ കൂട്ടി. അപ്പൊ സർവീസ് സെന്റർ എക്സ്പീരിയൻസോ?
താങ്ക്ഫുള്ളി എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു മലയാളി ചേട്ടൻ ഉണ്ടായിരുന്നു, ജിൻഷു എന്ന് പറയുന്നത്. ബാംഗ്ലൂര് ബാംഗ്ലൂർ തന്നെ സർവീസ് ബാംഗ്ലൂർ എവിടെ? ബാംഗ്ലൂർ നമ്മുടെ വൈറ്റ് ഫീൽഡിലോട്ട് ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയോടൊക്കെ തൊട്ടടുത്ത് ഡെക്കാത്തലോൺ ഉണ്ട്, അതിന്റെ പുറകെ തന്നെ KHT പ്രൈം എന്നാണ് അതിന്റെ പേര്. അവർ കുറെ ഉണ്ട്, അവരെ മക്ലറിനൊക്കെ സർവീസ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലം അത്. അപ്പൊ ജീപ്പിന്റെ ഒഫീഷ്യൽ അല്ലേ? ജീപ്പിന്റെ ഒഫീഷ്യലാണ്, പക്ഷെ അവർക്ക് മറ്റേ സിട്രോൺ ജീപ്പിനായ സിട്രോൺ കാറിനുണ്ട്, പിന്നെ പ്രീമിയം കാർസിന്റെ ഉണ്ട്, മക്ലറിന്റെ ഉണ്ട്. അത് എന്താ സംഭവം എനിക്ക് അറിയത്തില്ല, പക്ഷെ അവിടെ വണ്ടികളൊക്കെ. ഓക്കെ, അപ്പൊ സർവീസിനെ പറ്റി ബ്രോ പറഞ്ഞു. പിന്നെ ടയർ റീപ്ലേസ്മെന്റ് കോസ്റ്റ് എത്രയാണ്? ഇതിപ്പോ ഓൾട്ടർനേറ്റീവ് ടയർ ചെയ്തിട്ടത് ഒരു ടയറിന് 15K ആയിരുന്നു, 15,000 രൂപ. അല്ലെങ്കിൽ നോർമൽ ആണെങ്കിലോ? നോർമൽ 225 55 ഒറിജിനൽ ആണെങ്കിൽ എനിക്ക് ഒന്ന് 11-12 എങ്ങാണ്ടാണ്. 45,000 രൂപയുടെ അടുത്താണ് 4 ടയറോടെ മാറാനുള്ള കോസ്റ്റ് വരാം അല്ലെ? പിന്നെ ബാറ്ററി വല്ല മാറിയിട്ടുണ്ടോ? ബാറ്ററി ഞാൻ അടുത്തിടയ്ക്ക് മാറിയായിരുന്നു, അത് ഒന്നും ഓടിട്ടാ മാറി, ഇതിന് മുമ്പ് മാറിയിട്ടില്ല. അപ്പം ഈ അടുത്തിടയ്ക്ക് ഞാൻ മാറിയായിരുന്നു ബാറ്ററി മാറുന്നതിന് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു നോൺ ആളുടെ അടുത്തുനിന്ന് മാറി, ഇത് എക്സൈഡിന്റെ വെച്ചത്. അപ്പം എനിക്കൊന്ന് 8 രൂപ 7 രൂപ. എനിക്ക് മാർക്കറ്റിൽ അതിന് കൂടുതലാണോ എനിക്ക് അറിയില്ല, അറിയാവുന്ന ആളുടെ അടുത്തായിരുന്നുണ്ട്. മനസ്സിലായി. ഇപ്പം ബ്രോ ഇപ്പം അടുത്തൊരു വണ്ടി അപ്ഗ്രേഡിനെ പറ്റി പ്ലാൻ ചെയ്യുവാണല്ലോ? അതെ. ഏതാണ് വണ്ടി? അപ്ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഇവനൊരു കിടിലൻ കൊച്ചാണ്. എൻഡവർ എടുത്താൽ കൊള്ളാന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ആലോചിക്കണം, ഫസ്റ്റ് വണ്ടി ജീപ്പ് പോകുമ്പോൾ സെക്കൻഡ് വണ്ടി എൻഡവർ, അതും ബാംഗ്ലൂർ സിറ്റിയില്. അത് എല്ലാവരും ഭയങ്കര മോശം എന്ന് പറയും, പക്ഷേ ഇരുന്ന് പോകുന്നതിന്റെ ഒരു സുഖം കാരണം കേട്ടോ. ഞാൻ അങ്ങനെ സിറ്റി ഡ്രൈവിലും കൂടുതൽ ഞാൻ ലോങ് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് തോന്നുമ്പോൾ. കാരണം ഞങ്ങളുടെ ലീവ് കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തലേദിവസമായിരിക്കും നമുക്കൊന്ന് ഫ്രീ ആകുന്നത്, പെട്ടെന്ന് ഉണ്ടാകുന്ന പ്ലാൻ. നമുക്ക് 1 മാസം മുമ്പൊന്നും നേരത്തെ എടുത്ത് പ്ലാൻ ചെയ്ത് പാടായിച്ചിരി. അപ്പൊ അതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് നാളെ പോകണമെങ്കിൽ ടിക്കറ്റ് കിട്ടത്തില്ല, അപ്പൊ വണ്ടി എടുത്ത് പോകാൻ വേണ്ടി ഉള്ള ഒരു വണ്ടി വേണം. മനസ്സിലായി. അപ്പം ഇത് വിൽക്കാനായിട്ട് നോക്കിയായിരുന്നോ? റീസെയിൽ വാല്യൂ ഒക്കെ കറണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല, പക്ഷേ ഒരു 10-11 ഒക്കെ അടുത്ത് കിട്ടിയാല് ഇപ്പം കാരണം ആൾക്കാർ ചിലപ്പോൾ 2017 എന്ന് പറയും, പക്ഷേ കൊണ്ടേ നോക്കിക്കഴിഞ്ഞാൽ വേറെ വണ്ടിയുടെ പാർട്സുകളെല്ലാം പുത്തനാണ്. സ്റ്റേജ് 1 ഡ്യൂൺ ആണ്, മൈലേജ് വൈസും എല്ലാം നല്ലതാണ്, ഷോറൂം കണ്ടീഷനാണ്. ആർക്കും വെള്ളം കൊണ്ട് നോക്കാം. പക്ഷേ ഞാൻ ഇപ്പൊ കറന്റ്ലി ഇപ്പം വിൽക്കാൻ നോക്കണില്ല. ഒരു പ്ലാൻ ഉണ്ട്, 3.2 4x4. അപ്പം ഞാൻ വേറെ കാര്യം ചെയ്യാം, യൂസ്ഡ് എടുക്കുന്ന ഒരാൾക്ക് ഇത് വലിയൊരു ഡിപ്രിസിയേഷൻ വരുന്നില്ല അല്ലെ? അതെ. ഒരു 13.5 ബ്രോ എടുത്തിട്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു 11-10 എന്തായാലും വിൽക്കാം. 10 എന്തായാലും വിട്ടാം, പക്ഷേ 13 എടുത്തെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് 2-3 ലക്ഷം രൂപയുടെ പണിതു, അതുകൂടെ കൂട്ടണം. നമ്മൾ എടുത്ത വാല്യൂ അല്ലാതെ നമ്മൾ ഈ 3 വർഷത്തിലും കൊണ്ട് നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത വാല്യൂടെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഡിപ്രിസിയേഷൻ ആണ്. പിന്നെ വണ്ടിയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് എടുക്കുന്നു. ഓവറോൾ എന്തായാലും ഹാപ്പിയാണ്, ഓവറോൾ വെരി ഹാപ്പി. എന്നാ പിന്നെ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ഇപ്പൊ ബ്രോയുടെ കയ്യിൽ 15 ലക്ഷം രൂപയുണ്ട്, ജീപ്പ് കോമ്പസ് ഇല്ല, ജീപ്പ് കോമ്പസിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കൺസിഡർ ചെയ്യുമോ വണ്ടി? ഇന്നത്തെ കാലത്ത് ഇപ്പൊ നാട്ടില് 15-16 രൂപയ്ക്ക് എൻഡവർ കിട്ടുന്നുണ്ട്, അങ്ങനെയാണ് ഞാൻ റീകൺസിഡർ ചെയ്യും. അതിന്റെ കണ്ടീഷൻ ഇപ്പൊ മോശമായിരിക്കും, അത് നോക്കിയെടുക്കും ആ വിലക്ക്. ഇപ്പം ഞാൻ കുറെ ഇപ്പം ഞാൻ അങ്ങനെ ആരെയും വിട്ട് നോക്കിപ്പിച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ റീലിലൊക്കെ ഞാൻ കാണാറുണ്ട് നാട്ടിലത്തെ 2017-18 മോഡൽ 3.2 4x4 16 രൂപ 17 രൂപ. അങ്ങനെ ആണെങ്കിൽ 15 രൂപ ഒരു 2 ലക്ഷം രൂപ ഇടുന്ന കടം മേടിച്ചിട്ടാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻഡവർ എടുക്കും. അല്ലെങ്കിൽ ജീപ്പ് എടുക്കും. ഹാപ്പിയാണ്. ഓക്കെ, ആരൊക്കെയാണ് ഈ വണ്ടി കൺസിഡർ ചെയ്യേണ്ടത്? ഇപ്പം ആരുടെയും മറ്റേ സാലറി വൈസ് ഒന്നും അങ്ങനെ കുറച്ച് പറയുന്നൊന്നും അല്ല, പക്ഷേ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം മുടക്കാൻ വേണ്ടി ഒരു 30-40K പെർ ഇയർ മിനിമം. കാരണം നമുക്ക് എന്ത് പണി വരുന്നു, ഇപ്പം എനിക്ക് പ്രശ്നമൊന്നും വന്നില്ലെന്ന് വിചാരിച്ച് എടുക്കുന്നവർക്കെല്ലാം അങ്ങനെ ആയിരിക്കണമെന്നില്ല. കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണാറുണ്ട് പല ആൾക്കാർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാരണം വരുന്നവർ. പാർട്സിന്റെ വില നല്ല കൂടുതലാണ്, ഇപ്പം ഓൾറെഡി കൂടി. എനിക്ക് തോന്നുന്നത് വീണ്ടും കൂടി. ഇപ്പൊ എനിക്ക് കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് കണ്ട കൂടിയത്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 50-60K എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി ആവറേജ് പറ്റുന്നവരെടുക്കുക. ഓക്കെ, ആരൊക്കെ ഇത് എടുക്കരുത്? ഇത് സാലറിയുടെ ബേസിൽ അല്ലാണ്ട് ഇപ്പോൾ വേറൊരു രീതി, ഇപ്പം ചെറിയ ഓട്ടങ്ങൾക്ക് മാത്രം എടുക്കുന്നവർ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ? ഇപ്പം നമുക്ക് വലിയ ഓട്ടമൊന്നും ഇല്ല, ചെറിയ നമുക്കങ്ങനെ ലോങ് ഒന്നും ഇല്ല, വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ആണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ ഫൺ അറിയത്തില്ല. എടുക്കരുതെന്നല്ല, പക്ഷെ എടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ ഫൺ അറിയത്തില്ല. നമുക്കിപ്പോൾ ചുമ്മാ കുഞ്ഞോട്ടത്തിലാണെങ്കിൽ വണ്ടിയുടെ ശരിക്കുള്ള ആ ഒരു പെർഫോമൻസോ ശരിക്കുള്ള ആ ഒരു കേപ്പബിലിറ്റി ഒരിക്കലും മനസ്സിലാകത്തില്ല. അതിന് ലോങ് തന്നെ പോകണം. ഓക്കെ, ഇതൊരു നല്ലൊരു ജെന്യുവൻ റിവ്യൂ ആയിരുന്നു കേട്ടോ. ഈ ഒരു വണ്ടിക്ക് ബ്രോ ഔട്ട് ഓഫ് 10 എത്ര റേറ്റ് ചെയ്യും? ഒരു 8.5 എനിക്ക് റേറ്റ് ചെയ്യാം, കാരണം എന്നെ ഇവൻ ചതിച്ചിട്ടില്ല അതുകൊണ്ട്. ഓക്കെ, എന്തായാലും വീഡിയോയ്ക്ക് വേണ്ടി വന്നതിലും സമയം കണ്ടെത്തിയാലും താങ്ക് യു. അപ്പോൾ ഏത് വണ്ടിയാണ് അടുത്ത വേണ്ടതെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക.